കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് തിരികൊളുത്തുന്ന പോക്കാണ് ഇന്നിപ്പോൾ CPM എന്ന പാർട്ടി പോകുന്നത്. ബംഗാളിൽ ഈ പറയുന്ന കൂട്ടരെ കാണാനേ ഇല്ല, ത്രിപുരയിലോ ഇല്ലേ ഇല്ല. ആകെ മൊത്തം എണ്ണിയാൽ രാജ്യത്തിന്റെ പ്രതിപക്ഷത്ത് പോലും ഒരിക്കൽ നിന്നിരുന്ന തൊഴിലാളി വർഗ പാർട്ടി ആകെ ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വലിയൊരു അധപ്പതനത്തിലേക്ക് ഈ പാർട്ടി പോയത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാത്രം മതി, ഞങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന വാശിയാണ് CPMന് ഇന്ന് അമൃതാനന്ദമ്മയുടെ മുന്നിലേക്ക് വരെ എത്തിച്ചു നിൽക്കുന്നത്. ഇനി ആകെ കയ്യിലുള്ളത് കേരളമാണ്. ആ കേരളത്തിൽ ഒരിക്കൽ കൂടി CPM എന്ന ഇടതുപക്ഷ പാർട്ടി അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരേ ഒരു കാര്യമാണ്. വംശനാശം സംഭവിച്ച പാർട്ടിയായി നമുക്ക് ഈ പാർട്ടിയെ മുദ്രണം ചെയ്യേണ്ടി വരും. ഇത് പറയാൻ കാരണം, പരിപാടി നിർത്തിക്കോ എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം DYFIക്കാർ കാഴ്ചവെച്ചിരുന്നു കോഴിക്കോട്. അതാണ് ഇതിലേക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്തേക്ക് വരെ എത്തി നിർത്തുന്നത്. പരിപാടി നിർത്തിക്കോ, മര്യാദക്കാണെങ്കിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് UDYF പരിപാടി കയ്യേറി DYFI പ്രവർത്തകർ. കോഴിക്കോട് മൂലാട് UDYF പ്രവർത്തകർ നടത്തുന്ന പ്രക്ഷോഭയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് DYFI കയ്യേറിയത്. സോഷ്യൽ മീഡിയയിൽ ഈ കയ്യേറ്റ രംഗങ്ങൾ കാണുമ്പോൾ അതിനിടയിൽ വരുന്ന കമന്റുകളാണ് ഈ പാർട്ടിയുടെ ശോചനീയമായ അവസ്ഥ തുറന്നു കാണിക്കുന്നത്. അവിടെ പറയുന്നത്, എന്തിനു കൊള്ളാം ഈ പാർട്ടി, ബംഗാളിലോ നശിച്ചു, ത്രിപുരയിലോ നശിച്ചു, കറുപ്പ് പേടി, എല്ലാം പേടി, അതിനെയൊക്കെ ആക്രോശിക്കുകയാണ്, അവിടെയൊക്കെ അക്രമം അഴിച്ചു വിടുകയാണ് എന്നാണ് ഓരോ കമന്റുകളും പറയുന്നത്. എന്തായാലും ഇന്നലത്തെ ആ രംഗങ്ങൾ ഒന്ന് കാണാം. നമ്മൾ നമ്മൾ ഏർപ്പെട്ടില്ല പ്രളയടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ബീഹാറില് 16 ദിവസം കൊണ്ട് 1100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും BJP മുഖ്യമന്ത്രി ആ യാത്രയ്ക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല എങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് എന്ന ആ മുഖ്യമന്ത്രിയുടെ പേര്. എന്തുകൊണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഒരു വോട്ടർ അധികാര യാത്ര നടത്തുമ്പോ അതുവരെ അധികാരത്തിൽ പേര് അർപ്പിക്കാൻ തയ്യാറാകാത്തത്? ഈ പാലക്കാട് ജില്ലയിലെ ഏറ്റാൻ പറയുന്നത് രാഷ്ട്രവിദ്യാപീഠം സ്കൂളിൽ പറയുന്ന ഒരു സ്കൂളിനകത്ത് 4 ബോംബുകൾ കണ്ടെടുത്ത ഒരു വിഷയം വന്നു. ആ വിഷയം വന്ന സമയത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഇത് RSSന്റെ ആയുധ പരിശീലനം നടക്കുന്ന സ്ഥലമാണ്, ഇത് ഇവിടെ ഈ സ്കൂളിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചില്ല. ആ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ,